ചപ്പാത്തിയാണെന്ന് അറിഞ്ഞിട്ട് അങ്ങ് ഫ്രാൻസിൽ നിന്ന് ആൾ വന്നേക്കുവാണ് ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു ആഫ്രിക്ക ബൈ അജിയ. ഇന്ന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ 3 ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളെല്ലാവരും കൂടിയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. യുഗാണ്ടൻ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ 2 പേരും സൗത്ത് സുഡാനീസ്, പിന്നെ ഒരു യുഗാണ്ടൻ, പിന്നെ ഞാൻ. നമ്മൾ 3 പേരും കൂടെയാണ് 4 പേരും കൂടെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് തന്നെ ഗ്രീൻ പെപ്പറും ഓണിയനും കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ ചൂടുവെള്ളവും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുവാണ്. ഇതിനകത്താണ് ഇനി നമ്മുടെ ഫ്ലാ ഇടാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ ക്യാരറ്റ്സും കൂടി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ക്യാരറ്റ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഗ്രീൻ പെപ്പറും അതുപോലെ തന്നെ ഓണിയൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, എല്ലാ ഉഗാണ്ടക്കാരും ഇങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ചപ്പാത്തി. അവർക്ക് അവരുടേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പം നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഡിപ്പെൻഡ് ഓൺ ആണ്, അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചായിരിക്കും അവരവർ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 പാക്കറ്റ് ഫ്ലാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒത്തിരി പേർക്ക് ഉണ്ടാക്കുന്ന കേട്ടോ ഇന്ന് ചപ്പാത്തി. ഏകദേശം എനിക്ക് തോന്നുന്നു 55ഓളം ചപ്പാത്തി നമുക്ക് ഇന്ന് വേണം. പിന്നെ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വെള്ളമെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളമാണ്. നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ നമ്മുടെ ചവിട്ടും തൊഴി എന്നൊക്കെ പറയുന്നത് പോലെയാണ് ചപ്പാത്തി എല്ലാം നമ്മളിത് റെഡിയാക്കി എടുക്കുകയാണ്. This is how we make chapati in Uganda. Chapati is something that is round. Influencer. Now we start with the dough. Okay. We are making a dough. So we started by mixing some flour with cooking oil. So we have mixed it and we have made this. You can bring closer and Okay. yeah. So you get. So Yeah. we are step by step. This is the second step. Okay. Yeah. Okay. So as you're seeing me doing, I'm making it ready Okay. for fire. Okay. Don't show in the fire. Okay, I'm going to show the fire also. So Okay. ശരിക്കും നമ്മുടെ ചപ്പാത്തിയിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായിട്ട് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഒത്തിരി ഓയിൽ യൂസ് ചെയ്യും. ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് ഓയിൽ യൂസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാവ് നനയ്ക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ യൂസ് ചെയ്തു. ഇപ്പോൾ ഇതാ വീണ്ടും അതേ അവൻ്റെ കയ്യിൽ എണ്ണയൊക്കെ തേച്ചിട്ടാണ് വീണ്ടും. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറേ കൂടുതലായിട്ട് ഇവർ ഓയിൽ യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിയും നമ്മുടെ പൊറോട്ടയും കൂടി ഒരു മിക്സ്ഡ് വേർഷനാണ് ഇവിടുത്തെ ചപ്പാത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. Man, that thing you can carry it alone. You come. Who? Make way. Stula. Make way for the mwalimu. ഓക്കെ, അപ്പോൾ നമ്മളിത് 3ാമത്തെ സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പുള്ളിക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. അപ്പം ഓക്കെ, ബാക്ക് ടു യു. Now, back to stage 3. We have cut the dough in 2 pieces, as you see with my friend here. Now these pieces we make them like to be bold enough, like as you see here. You can show them. We make them to be bold. So after we make them like this makes it easier to roll them very well. Okay. Yes, as you're going to see in our 4th step, then as you see the other one is preparing the fire. Oh, You fire. can show the fire prepared. Yeah. When I go there, I can see. Yeah, you can go there. We are finalizing with the dough. Then we go for the fire. This one is going to be rolling. Okay.
Yes. So our big boss going to roll. ഈ ചേട്ടനാണ് നമ്മളെ ബിഗ് ബോസ്. Now. ഇവിടെ യുഗാണ്ടയിൽ പറയാറുണ്ട് ജിഞ്ച ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്കാണ് ചപ്പാത്തി നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുള്ളതെന്ന്. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് ജിഞ്ച എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ നമ്മൾ 4 പേരായിരുന്നു, അതിൻ്റെ കൂട്ടത്ത് ഈ ചേട്ടനും കൂടെ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതെ ഇപ്പോൾ 4th സ്റ്റേജിലായിട്ടുണ്ട്. ഇനി റോളിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് കാണാം. സോ നമ്മുടെ ടീം ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഫയർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ചാർക്കോളാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ചാർക്കോളാണ് കേട്ടോ. ഞാൻ ഉഗാണ്ടയിൽ വന്നതിന് ശേഷമാണ് ചാർക്കോൾ കാണുന്നതും ചാർക്കോൾ യൂസ് ചെയ്യുന്നതും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ നമ്മൾ യൂസ് ചെയ്യുന്ന ചാർക്കോളും കാര്യങ്ങളൊക്കെ. നമ്മുടെ ജൂലിയനാണ് ചാർക്കോളിൻ്റെ പരിപാടി. പുള്ളി ഓൾറെഡി അത് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല കനലായിട്ട് വരും. ആ സമയത്താണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ആ സമയം അവർ റോളിങ്ങൊക്കെ കഴിഞ്ഞ് റോളിങ്ങൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫയർ റെഡി ആയിട്ടുണ്ടാവും. ശരിക്കും നമുക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ചപ്പാത്തി മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ്ണാണ്. കാരണം നമ്മളിവിടെ കുറച്ച് പേരുണ്ടാവും കുക്കിങ്ങിനുള്ള ആൾക്കാർ. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും, കുറേ ഫണ്ണൊക്കെ പറയും. അപ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിതേ ഫയറൊക്കെ റെഡി ആയിട്ടുണ്ട്. അന്നേരം ഇവിടെ ഇങ്ങനെ പരത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കശി ആദ്യമായിട്ടാണ്. ഫയറും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഓൾറെഡി നമ്മൾ ചപ്പാത്തി വെച്ചു കേട്ടോ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നമ്മുടെ ഇവിടെ ചപ്പാത്തി ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ചുട്ടെടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ജസ്റ്റ് നമ്മൾ ഫസ്റ്റത്തെ ഒരു കല്ലൊക്കെ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രയലിന് വേണ്ടിയിട്ടാണ് ആദ്യം വെച്ചത്. അത് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാവേ. ശരിക്കും ഈ കശിയില്ലേ ആദ്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുവാണ്. ആക്ച്വലി നമുക്ക് അറിയില്ലായിരുന്നു കശിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതെ ഞാൻ ആദ്യം കശി ഉണ്ടാക്കിയ ചപ്പാത്തിയുടെയൊക്കെ ഒരു കോലം കാണാനായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പറഞ്ഞു കൊടുത്തു കറക്റ്റായിട്ട് ആ റൗണ്ട് ഷേപ്പ് ഇതേ ഇപ്പോൾ അതേ പുള്ളി ഉണ്ടാക്കിയതാണ്. അടിപൊളി. അങ്ങനെ ഇത് നമ്മുടെ രണ്ടാമത്തെ ചപ്പാത്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കല്ലിന് കുറച്ച് നന്നായിട്ട് ചൂട് വന്നിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സമയം എടുക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി എണ്ണ ആഡ് ചെയ്യും. അതിന് ശേഷമാണ് ഇതിനെ മറിച്ചിടുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു വശത്ത് നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, മറുവശത്തിൽ ഇത് വീണ്ടും അവരിങ്ങനെ പരത്തലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളതായത് തിരികെ വന്നപ്പോഴത്തേക്കും ഇത് ചപ്പാത്തി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്, ഒരു ടെസ്റ്റ് എന്നൊക്കെ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു കവറിനകത്താണ് വെക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ചപ്പാത്തി ഇനി ഉണ്ടാക്കാനുണ്ട്. കവറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടായിട്ടിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ കീപ്പ് ചെയ്യുന്നത്. And see, she has tested, so the chapati is so nice. So how was it? How is it? അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പൊറോട്ടയുടെ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്, പ്രശ്നം കുറച്ച് ഓയിൽ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അടിപൊളി ഇതാണ് കേട്ടോ. ശരിക്കും നമ്മുടെ ഒരു ഫണ്ണാണ് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. കുറേ ആൾക്കാർ ഇതേ ചപ്പാത്തിയാണെന്ന് അറിഞ്ഞിട്ട് വന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇന്ന് ചപ്പാത്തി ആണെന്ന് അറിഞ്ഞിട്ട് വന്ന ആളാണിത്. Chapati clara. I said that you know today's chapati, that's where you came, right? Yes, that is why. ചപ്പാത്തി Pourquoi? ചപ്പാത്തി ആണെന്ന് അറിഞ്ഞിട്ട് അങ്ങ് ഫ്രാൻസിൽ നിന്ന് ആള് വന്നേക്കുവാണ് ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്റെ ഫ്രണ്ട് ക്ലാരയാണ്. ക്ലാര ഫ്രം France. യെസ്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.